കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം. രണ്ട് പരീക്ഷകളും ഉടൻ വരാൻ പോകുന്നു. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ഒക്കെ ഡേറ്റ് ഏകദേശം അടുത്തടുത്ത് തന്നെയാണല്ലേ. അപ്പൊ ഈ രണ്ട് പരീക്ഷകൾക്കും ഒരുമിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുമോ? ഒരു സ്ട്രാറ്റജിക്കായ സ്റ്റഡി പ്ലാൻ ഉപയോഗപ്പെടുത്തി ഈ രണ്ട് പരീക്ഷകളുടെയും സിലബസ് സമഗ്രമായി കവർ ചെയ്യുന്നത് നടക്കുന്ന കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഒരു വെർഷൻ തന്നെയാണ്. നിങ്ങളുടെ പറ്റത്തില്ല 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 എന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരാളിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ വ്യക്തിയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു എന്നുള്ള കാര്യം തിരിച്ചറിയാം. ഉദാഹരണത്തിന് ആ വ്യക്തി നിങ്ങളുടെ ശത്രു നിങ്ങളുടെ അടുത്ത് പറയുന്നത്, ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തന്നെ പ്രിലിംസിന് ഒരു പേപ്പർ ഉണ്ട്, മെയിൻസിന് 2 പേപ്പർ ഉണ്ട്, 3 പേപ്പർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് മാത്രമുണ്ട്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് പ്രിലിംസിന് 2ഉം മെയിൻസിന് 3. അപ്പൊ മൊത്തത്തിൽ 2 പരീക്ഷകൾ കൂടെ ഏകദേശം 8ഓളം പേപ്പറുകൾ പഠിക്കണം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? രണ്ടും വലിയ പരീക്ഷകളാണ്, വലിയ കോമ്പറ്റീഷൻ ഉള്ള പരീക്ഷകളാണ്. ഇതൊന്നും നടക്കത്തില്ല. ഈ രീതിയിൽ നിങ്ങളുടെ തലയുടെ ഉള്ളിലിരുന്ന ഒരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം, നിങ്ങൾ ഏത് റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിയോ, ഒരേ സമയം നടക്കുന്ന ഇത്തരം പരീക്ഷകളുടെ ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ ഒരേപോലെ പല വ്യക്തികളും കാണും. ഉദാഹരണത്തിന് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് പരീക്ഷകളിൽ ഒരേ വ്യക്തികൾ തന്നെയായിരിക്കും രണ്ട് ഇതിലും റാങ്ക് ലിസ്റ്റ് ഉള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരേ സമയം തന്നെയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ജയിലർ, എക്സൈസ് ഇൻസ്പെക്ടർ മുതലായ പരീക്ഷകളുടെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത്. ഇതെല്ലാം ഒരേ സമയത്ത് നടക്കുന്ന പരീക്ഷകളാണ്. ആ റാങ്ക് ലിസ്റ്റുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉള്ള പരീക്ഷകളാണ്. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരേ വ്യക്തികൾ തന്നെ നല്ല റാങ്കിൽ ഈ പരീക്ഷകളിലൊക്കെ തിളങ്ങി നിൽക്കുന്നത് കാണാം. ഇവരൊക്കെ ശരാശരി അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുമായിരിക്കും, വലിയ ബുദ്ധിജീവികളൊന്നുമല്ല. അതിനർത്ഥം ഒന്നിൽ കൂടുതൽ പരീക്ഷകൾക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറെടുക്കാൻ സാധിക്കും. ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങൾക്കത് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്ട്രാറ്റജി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും KASന്റെയും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെയും സിലബസുകൾ ഏകദേശം 90% ഒന്ന് തന്നെയാണ്. അത് വലിയ മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. കുറച്ച് എഫേർട്ട് എക്സ്ട്രാ ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ 2 പരീക്ഷകളുടെ സിലബസ് നിങ്ങൾക്ക് സമഗ്രമായി കവർ ചെയ്ത് പ്രിപ്പറേഷൻ ആരംഭിക്കാൻ പറ്റും. അപ്പൊ ഇതിനു മുമ്പ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ഡിസ്ക്ലെയിമർ തരാനുണ്ട്. അതായത് ദിസ് ഈസ് സിമ്പിൾ, നോട്ട് ഈസി. ഇതൊരു സിമ്പിൾ കാര്യം ഞാൻ പറയുന്നു, പക്ഷെ ഇത് അത്ര ഈസി ആണെന്ന് ഞാൻ പറയത്തില്ല. അത്ര അംബീഷ്യസ് ആയ, അത്ര എന്താ പറയാ, ഒരു മനക്കട്ടിയുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആവുക. ബിക്കോസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സിലബസ് കവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമല്ല. കുറച്ച് പോർഷൻസ് മാത്രം എക്സ്ട്രാ പഠിക്കാനുള്ളൂ. ബിക്കോസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനാണ് ഏറ്റവും വലിയ സിലബസ്. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് KASനകത്ത് വരുന്നത്. അപ്പൊ സിലബസ് കൂടുതൽ ഇവിടെ, KASന് അത്രയും കണ്ടന്റ് ഇല്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ പഠിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് KAS സുഖസുന്ദരമായി സിലബസ് ഫിനിഷ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഞാൻ വിത്ത് പ്രൂഫ് സ്റ്റഡി പ്ലാൻ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ തിരിച്ചങ്ങനാണെന്ന് ഞാൻ വാശി പിടിക്കില്ല കേട്ടോ. അപ്പൊ KASന് മാത്രം തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ സെക്രട്ടേറിയറ്റിനും കൂടെ തയ്യാറെടുക്കണമെങ്കിൽ കുറെ എക്സ്ട്രാ വർക്ക് ഇടണം. മറ്റേതുപോലെ അത്ര എളുപ്പമല്ല ഇത്. കാര്യം സെക്രട്ടേറിയറ്റിന് സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുണ്ട്, കുറച്ച് പോർഷൻസ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പം തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം എക്സ്പ്ലിസിറ്റ്ലി പറയുന്നത് ഈ ഒരു കാര്യങ്ങൾ തിരിച്ചറിയാനാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഈ പറഞ്ഞ പോലെ സ്റ്റഡി പ്ലാൻ ഒക്കെ ടെലിഗ്രാമിൽ ഇട്ടേക്കാട്ടോ. ടെലിഗ്രാം ചാനലിലെ അംഗങ്ങളാവുക. എന്റെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അനുദീപ് വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്താലും മതി. അപ്പൊ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് KAS പരീക്ഷ, ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തി KASനും കൂടെ പഠിക്കണമെങ്കിൽ ഏതൊക്കെ പോർഷൻസ് ആണ് എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടത് നോക്കാം. വളരെ കുറച്ച് പോർഷൻസ് മാത്രം നിങ്ങൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. ആ ഒരു പോർഷൻസ് നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കി സ്ട്രാറ്റജിയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. എഗെയിൻ ഞങ്ങളുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇതിന്റെ കോംബോ ബാച്ചസ് ഞങ്ങൾ റൺ ചെയ്യുന്ന ഇതേ രീതിയിലാണ്. സിലബസുകൾ വളരെ സിമിലർ ആയതുകൊണ്ട് തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാൻ ഉപയോഗിച്ച് നിങ്ങളെ 2 പരീക്ഷയ്ക്കും പെർഫെക്റ്റ് ആയ രീതിയിൽ തയ്യാറെടുപ്പിക്കും. അപ്പൊ ഞങ്ങളുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയാനായി കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ സംബന്ധിച്ച് എക്സ്ട്രാ വരുന്ന ഒരു പോർഷൻ ഏൻഷ്യന്റ് ഇന്ത്യ ആണ്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കോ ഇല്ല. കാര്യം അവിടെയൊക്കെ മിഡീവൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യൻ ചരിത്രം മുതലാണ് ചരിത്രം ആരംഭിക്കുന്നത്. പക്ഷെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഏൻഷ്യന്റ് ഇന്ത്യ എന്നൊരു ടോപ്പിക് എക്സ്ട്രാ ഉണ്ട്. പക്ഷെ വളരെ ലളിതമായ ഒരു ടോപ്പിക്കാണ്. ഏറ്റവും എളുപ്പത്തിൽ കഥകളിൽ കൂടെയും അല്ലെങ്കിൽ വളരെ ലളിതമായി പഠിക്കാൻ പറ്റുന്ന ടോപ്പിക് ആണ്. ഇഷ്ടംപോലെ കഥകളുണ്ട്. ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന കഥകൾ വെച്ചിട്ടാണ്. കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടണ്ട, സിമ്പിൾ ഏരിയ ആണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏരിയ ആണ്. വേൾഡ് ഹിസ്റ്ററിയിലും കുറച്ച് പോർഷൻസ്, വളരെ കുറച്ച് പോർഷൻസ് നിങ്ങൾ KASന് വേണ്ടി എക്സ്ട്രാ പഠിക്കണം. ഉദാഹരണത്തിന്
റീഡ്രോവൽ ഓഫ് നാഷണൽ ബൗണ്ടറീസ്. ഇത് KIS സിലബസിൽ മാത്രമുള്ള ഒരു ടോപ്പിക്കാണ്. ഇറ്റലിയുടെയും ജർമ്മനിയുടെയും യൂണിഫിക്കേഷൻ, ഏകീകരണമാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്ന് സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകളും ചോദ്യം വരുന്നുണ്ട്. മാസിനിയെ പറ്റിയും ഗരിബാൾഡിയെ പറ്റിയും ഒക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ ബിസ്മാർക്കിനെ പറ്റിയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷകളിൽ സിലബസിൽ ഈ ടോപ്പിക് എടുത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഇവിടെ നിന്നും നമുക്ക് ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് മെച്ചമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ കൊളോണിയലൈസേഷൻ ആൻഡ് ഡീകൊളോണിയലൈസേഷൻ, എങ്ങനെയാണ് ലോകത്ത് കോളനിവൽക്കരണം നടന്നത്? ഇത് KIS സിലബസിൽ മാത്രമുള്ള ഒരു ടോപ്പിക്കാണോ? അല്ല. അമേരിക്കൻ റവല്യൂഷനും ഫ്രഞ്ച് റവല്യൂഷനും ചൈനീസ് റവല്യൂഷനും ഒക്കെ നിങ്ങൾ സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും പഠിക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പഠിച്ചാൽ മതി. ഈ രാജ്യങ്ങളൊക്കെ പണ്ട് കോളനികളായിരുന്നു, അവിടെ വിപ്ലവങ്ങൾ നടക്കുന്നു, കോളനികൾ വിമോചിക്കപ്പെടുന്നു. അതാണ് ഇവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിനകത്ത് അമേരിക്കൻ റവല്യൂഷൻ, ഗ്ലോറിയസ് റവല്യൂഷൻ, ഫ്രഞ്ച്, ചൈനീസ്, റഷ്യൻ റവല്യൂഷൻസ് ഒക്കെ പഠിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഈ ഒരു പോർഷൻ പഠിക്കുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു റിയാലിറ്റി മനസ്സിലാവുന്നുണ്ടോ? എത്ര ഈസിയാണ്, ഇല്ല എത്ര ഓവർലാപ്പിംഗ് ആണ് ഈ പരീക്ഷകളുടെ സിലബസ് എന്നുള്ളത് റിയാലിറ്റി മനസ്സിലാവുന്നുണ്ടോ? ഒരു വെടിക്ക് 2-3 പക്ഷികളെയും കിട്ടുവാണ്. 8 പേപ്പറുകൾ ഉണ്ടെന്നൊക്കെ ഒരു ഇല്യൂഷൻ ആണ്. 8 പേപ്പറുകൾ ഉണ്ട്, പക്ഷെ അതിലുള്ള സിലബസ് വളരെ കുറവാണ്. ഇവിടെ നോക്കൂ, ഗ്ലോബലൈസേഷൻ, ഇതിനൊക്കെ പറ്റി നിങ്ങൾ എന്തായാലും എക്കണോമിക്സിലും ഹിസ്റ്ററിയിലും ഒക്കെ പഠിക്കുന്നതാണ്. പിന്നെ കമ്മ്യൂണിസം, ക്യാപിറ്റലിസം, സോഷ്യലിസം, ദർ ഫോംസ് ആൻഡ് എഫക്ട് ഇൻ സൊസൈറ്റി. ഇത് KIS ഒരു എക്സ്ക്ലൂസീവ് ടോപ്പിക്കാണ്. രസകരമായിട്ട് പഠിക്കാൻ പറ്റും. പൊളിറ്റിക്കൽ ഫിലോസഫീസ് ആണ് ഇത്. എന്താണ് കമ്മ്യൂണിസം, കമ്മ്യൂണിസത്തിന്റെ പോസിറ്റീവ്സ് എന്ത്, നെഗറ്റീവ്സ് എന്ത്, ക്യാപിറ്റലിസം എന്താണ്, അതിന്റെ നന്മ എന്ത്, തിന്മ എന്ത്, സോഷ്യലിസം എന്താണ്, അതിന്റെ നന്മ എന്ത്, തിന്മ എന്ത്, ഇതൊക്കെ നമ്മൾ വിശാലമായിട്ട് പഠിക്കും. പക്ഷെ ഇതൊരു അനലിറ്റിക്കൽ ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ കാണാതെ പഠിക്കാൻ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ഏരിയാസ് മാത്രമേ കാണാതെ പഠിക്കാനുള്ളൂ. ബാക്കി മൊത്തം അനാലിസിസുകളാണ്. മെയിൻസിനകത്ത് തന്നെ ഇത് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് വരാൻ സാധ്യത. അതുപോലെ തന്നെ കേരളത്തിന്റെ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് KIS സിലബസിൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതാണ്. പക്ഷെ ഇതിനകത്തുള്ള ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഒക്കെ സാധാരണ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. പക്ഷെ കുറച്ച് പോർഷൻസ് എക്സ്ട്രാ പഠിച്ചാൽ ഈ ടോപ്പിക് സെറ്റാണ്. പക്ഷേ KIS സിലബസിൽ മാത്രമുള്ള മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ ഇല്ലാത്തൊരു ടോപ്പിക് ഉണ്ട്. അത് എന്താണെന്ന് അറിയോ? ഭരണഭാഷ. പക്ഷെ ഇത് മലയാളം എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏറ്റവും ഈസി ടോപ്പിക്കാണ്. കാര്യം കേരളത്തിന്റെ ഭാഷ ഭരണഭാഷയാണല്ലോ. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വളരെ ലളിതമായിട്ട് പഠിക്കാൻ പറ്റും. ഒരു 100 വൊക്കാബുലറി കാണാതെ പഠിക്കുന്ന അത്ര ബുദ്ധിമുട്ടില്ല ഇത് പഠിക്കാനായിട്ട്. ഭരണഭാഷ വൊക്കാബുലറി ലിമിറ്റഡ് ആയിട്ട് മാത്രം ഇതിനു വേണ്ടി പഠിച്ചാൽ മതിയാവും. അപ്പൊ അത് ഈസിയാണ്. ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ദിവസം മതിയായിരിക്കും. ഒരു ദിവസം നിങ്ങൾക്ക് തീർക്കാൻ പറ്റും. ഇത് മെയിൻസിനില്ല, പ്രിലിംസിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ഓക്കെ. അതുപോലെ തന്നെ കേരള എക്കണോമി, നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനകത്താണ് കേരള എക്കണോമി ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുള്ളത്, സ്പെഷ്യൽ ടോപ്പിക്സിനകത്ത്. പക്ഷെ അതേ കേരള എക്കണോമി ചില മാറ്റങ്ങളോടുകൂടി KIS-നകത്തുണ്ട്. ചില മാറ്റങ്ങളുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. കേരള എക്കണോമി KIS-നും സെക്രട്ടേറിയറ്റിനും കുറച്ച് മാറ്റങ്ങളുണ്ട്. പക്ഷെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്കിത് പഠിക്കാൻ സാധിക്കും. നിങ്ങൾ സിലബസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. ഇപ്പൊ ലാൻഡ് റിഫോംസ് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. കേരളത്തിന്റെ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ് അത് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. രണ്ടിനും ഒരൊറ്റ പഠിത്തം അങ്ങ് പഠിക്കുക, സംഭവം സെറ്റ് ആക്കുക. മാത്സിലേക്ക് വരുമ്പോഴാണ് ഒരു പോർഷൻ എക്സ്ട്രാ ഉള്ളത്. അത് ഷേപ്സ്, സെക്ഷൻസ്, സബ്സെക്ഷൻസ്, വെൻ ഡയഗ്രാംസ്, ഇതൊക്കെയാണ്. അത് ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതൊന്നും ഒരു ക്ലാസ്സിനകത്ത് ഇരുന്ന് പഠിക്കേണ്ട ടോപ്പിക് പോലല്ലോ. വെൻ ഡയഗ്രം ഒക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സ് മാത്രമാണ്. സോ ഇതൊക്കെയാണ് എല്ലാ ടോപ്പിക്സ് നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തില്ല. പ്രധാനപ്പെട്ട KIS-നകത്ത് ഒരു വലിയൊരു മാറ്റം എന്ന് പറയുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ് മാത്രമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ബാക്കി സിലബസ് നിങ്ങൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിന് ഒരുമിച്ച് പഠിക്കാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഗാന്ധിയൻ യുഗം എന്ന് പറയുന്ന ടോപ്പിക്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്, അതല്ലെങ്കിൽ മോണിറ്ററി പോളിസി എന്ന് പറയുന്ന എക്കണോമിക്സിലെ ടോപ്പിക്, അല്ലെങ്കിൽ ആർട്ട്, കൾച്ചർ എന്ന് പറയുന്ന മറ്റ് ടോപ്പിക്സ്, ഇതൊക്കെ ഈ 2 പരീക്ഷകൾക്കും അങ്ങ് പഠിക്കാം. അപ്പോ ഒറ്റ പഠിത്തം മതി. ഈ 2 പരീക്ഷകൾ ഒറ്റ പഠിത്തം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. ഇതൊക്കെ അവിടെയുണ്ട്, ഇവിടെയുണ്ട്, എല്ലാം ഒരുമിച്ചിരുന്ന് പഠിക്കുക. മനസ്സ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യം. PSC മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള സിലബസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഒരു ഓപ്ഷൻ കൊടുക്കുക. ഇതൊരു സേഫ്റ്റി. ഒരു പരീക്ഷ കഴിയുന്ന പോയാൽ മറ്റേ പരീക്ഷ നമുക്ക് കിട്ടണം. ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി PSC മനഃപൂർവ്വം തന്നെ, PSC മാത്രമല്ല, കേരളത്തിലെ, ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റ് PSC-കളുടെ സിലബസുകൾ നോക്കാം. ഡിഗ്രി ലെവൽ പരീക്ഷകൾ അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇങ്ങനെയാണ്. കാരണം അത്രയും തലച്ചോറുള്ള വിദ്യാർത്ഥികൾ ഒരു പരീക്ഷയിൽ പാളിപ്പോയാൽ അടുത്ത പരീക്ഷയിൽ ജയിക്കണം. അതുകൊണ്ട് 2 അവസരങ്ങൾ ഒരുമിച്ച് അവർ നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലായല്ലോ? സോ ഞങ്ങളുടെ ബാച്ചസിനെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കോംബോ ബാച്ചിന്റെ ഫീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു KIS ബാച്ചിന് മാത്രം നിങ്ങൾ മുടക്കുന്ന ഫീസിനേക്കാളും കുറവായിരിക്കും. ഞങ്ങളുടെ ബാച്ചസ് എക്സ്ട്രീംലി അഫോർഡബിൾ ആണ്. എല്ലാം ഇത്തരത്തിൽ സ്ട്രാറ്റജിക്കലായി പ്ലേസ് ചെയ്തിട്ടുള്ളതാണ്. ചുമ്മാ ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. ഏറ്റവും
പെട്ടെന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ്സസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അഫോർഡബിൾ ഫീസിലാണ് എല്ലാ ബാച്ചസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ KASന് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം മറക്കരുത്. KAS മെയിൻസ് പരീക്ഷ എന്നത് ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് പരീക്ഷയേക്കാൾ എളുപ്പമാണ് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ബിക്കോസ് നിങ്ങൾ PSCക്ക് പഠിച്ച് തുടങ്ങുന്നതുവരെ നിങ്ങൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷകൾ എഴുതി വന്ന വ്യക്തികളാണ്. ഇതിനകത്താണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതൽ. ഒബ്ജക്റ്റീവ് പരീക്ഷകൾ നിങ്ങൾ അടുത്ത കാലത്താണ് കണ്ടു തുടങ്ങിയത്. അല്ല, എൻട്രൻസ് എക്സാം ഒക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർ മുമ്പ് കണ്ടിട്ടായിരിക്കും. എന്നാലും നിങ്ങൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള എഴുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതാണ് നമ്മുടെ സ്ട്രെങ്ത്. അപ്പൊ ഇതാണ് എളുപ്പം പണി ഇതാണ്. കാര്യം കൃത്യമായിട്ടുള്ള പോയിന്റ് എഴുതി വെക്കാൻ വരിക. അപ്പം ഒബ്ജക്റ്റീവ് പരീക്ഷയിൽ വരുമ്പോൾ ചോദ്യങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെടാറ് പോലും ഉണ്ട്, കൃത്യമായിട്ടുള്ള ഉത്തരം ഇല്ലാത്തതിന് വരും. ഡിസ്ക്രിപ്റ്റീവിൽ ആ പ്രശ്നം പോലും ഇല്ല. നിങ്ങൾ ഒരു പരീക്ഷ ഒരു ചോദ്യം അതിന് കൃത്യമായിട്ടുള്ള പോയിന്റിൽ എഴുതി വെച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് തന്നേ പറ്റത്തുള്ളൂ. ഡിലീഷന്റെ പ്രശ്നം വരുന്നില്ല, ചോദ്യം ക്യാൻസലേഷന്റെ പ്രശ്നം വരുന്നില്ല. അതുകൊണ്ട് ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയുണ്ട്. പക്ഷെ നമുക്കൊരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസുകൾ നമുക്ക് യൂട്യൂബിൽ കൊടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ എക്സ്ട്രാ ടോപ്പിക്സിന്റെ കാര്യം കണ്ടു. അത് മാത്രമല്ല, ഈ രണ്ട് പരീക്ഷയ്ക്ക് നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ നമ്മളെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട്. ടോപ്പിക്സുകൾ ഓവർലാപ്പിംഗ് ആണ്. ഒരു 90% ടോപ്പിക്സിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് ഏരിയാസ് മാത്രം ഒന്ന് കൊണ്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ബിൽഡ് ആവും. അതായത് ഇപ്പോൾ ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ സിലബസിൽ മാത്രമുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ICT എന്ന് പറയും. പക്ഷെ ഈ മേഖലയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ മറ്റ് ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ മറ്റ് പേരുകളിലാണ് വരുന്നത്. ഉദാഹരണത്തിന് ഗവർണൻസ്. ഈ ഒരു ടോപ്പിക് ഇപ്പൊ എല്ലാ പരീക്ഷകളിലും ഉണ്ട്. കേരള ഗവർണൻസിന്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ ICT ഉള്ളിലാണ് കൊടുത്തിട്ടുള്ളത്. നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ICT, ഡേ ടു ഡേ ലൈഫ്, ഇതൊക്കെ കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്നതല്ലേ. ഗവൺമെന്റ് പ്രോഗ്രാംസ് റിലേറ്റഡ് ടു ICT, ഗവൺമെന്റ് ഗവർണൻസിന് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള സ്കീമുകൾ നമുക്ക് SI പരീക്ഷയാണെങ്കിലും LDC ആണെങ്കിലും +2 ലെവലിനാണെങ്കിലും പഠിച്ചേ പറ്റത്തുള്ളൂ. അവിടെ അതൊരു പക്ഷേ കേരള ഗവർണൻസ് എന്ന ടോപ്പിക്കിന് അണ്ടറിലായിരിക്കും പഠിക്കുന്നത്. ഇവിടെ നിങ്ങൾ ICT എന്ന ടോപ്പിക്കിന് അണ്ടറിൽ പഠിക്കുന്നേ ഉള്ളൂ. രണ്ടും ഒരു ഒറ്റ സംഭവമാണ്. ഇവിടെ കുറച്ച് പോയിന്റ് നമ്മൾ എക്സ്ട്രാ പഠിക്കണം. പക്ഷെ ഇവിടെ നാഷണൽ സൈബർ സെക്യൂരിറ്റി പോളിസി എക്സ്ട്രാ പഠിക്കേണ്ട ടോപ്പിക്കാണ്. പക്ഷെ ബാക്കിയൊക്കെ എല്ലാ പരീക്ഷകളിലും ഇപ്പൊ വരുന്നതാണ്. ഉദാഹരണത്തിന് MIS, ഇത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നതാണ്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഗവർണൻസ് എന്നൊരു ടോപ്പിക്കിനകത്ത് ഇതേ പോർഷനാണ് വരുന്നത്. അപ്പൊ ഇത് ഇവിടെയും പഠിക്കണം, അവിടെയും പഠിക്കണം. അപ്പൊ എന്തായാലും നിങ്ങൾ പഠിക്കുവാണ്. എന്നാൽ പിന്നെ മറ്റേ പരീക്ഷ ചുമ്മാതെങ്കിലും പോയി നോക്കുക. കാര്യം നിങ്ങളുടെ മൈൻഡ് മാത്രം ഒന്ന് ക്ലിയർ ആക്കിയാൽ മതി. നിങ്ങൾ ഇവിടെ പഠിക്കുന്ന ഇതേ കാര്യം തന്നെയാണ് അവിടെയും വരുന്നത്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ചുമ്മാ പോയി പരീക്ഷ നോക്കുക. അപ്പൊ നിങ്ങൾക്ക് സത്യം അപ്പം മനസ്സിലാവും. കാര്യം നമ്മൾ സിലബസ് അനലൈസ് ചെയ്ത് ഈ രീതിയിൽ രണ്ട് പരീക്ഷയ്ക്ക് ഒരുമിച്ച് തയ്യാറെടുക്കുന്ന വലിയൊരു ക്രൗഡ് ഉണ്ട്. അവരാണ് റിയൽ കോമ്പറ്റീഷൻ. ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പരീക്ഷയ്ക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. ഒന്നല്ലെങ്കിൽ മറ്റേ നമ്മുടെ കയ്യിലിരിക്കും. ഈ ഒരു അവസരത്തിൽ മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ഇനിയിപ്പോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് ഒക്കെ ഏകദേശം ഒരേ സമയത്തായിരിക്കും വരിക. അതിനും നിങ്ങൾ ഇതേ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യണം. ഒരു പരീക്ഷയിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് ഇനിയുള്ള കാലത്ത് സേഫ് അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. കാര്യം എന്തിനാണ് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല? അതിന്റെ സിലബസുകൾ വളരെ ഓവർലാപ്പിംഗ് അല്ലേ. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്ത്രപരമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മറ്റൊരു ടോപ്പിക്കാണ് ജോഗ്രഫി. ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജോഗ്രഫി, ഇത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ജോഗ്രഫിയുടെ സിലബസ് ആണ്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ജോഗ്രഫിയുടെ സിലബസ് ആണ്. ഒന്ന് നോക്കൂ, ഇത് തമ്മിൽ ഇപ്പൊ എന്താ വലിയ വ്യത്യാസം വരുന്നത്? ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ KASനകത്ത് വോൾക്കാനോയോ സുനാമിയോ എർത്ത് സൈക്ലോണോ ഒക്കെ ഉണ്ട്. ഇത് മറ്റേതിനകത്ത് ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. മറ്റേതിനകത്ത് ഉണ്ട് പിള്ളേരെ. ഇതിനകത്ത് നമ്മൾ സ്ട്രക്ചർ ഓഫ് എർത്ത് പഠിപ്പിക്കുമ്പോഴും ലാൻഡ് ഫോംസ് പഠിപ്പിക്കുമ്പോഴും റോക്സിനെ പറ്റി പഠിപ്പിക്കുമ്പോഴും ഇതിനെപ്പറ്റി പഠിപ്പിക്കാതെ പോകാൻ ഒക്കത്തില്ല. അതൊക്കെ പോട്ടെ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇപ്പൊ പ്രത്യേക പേപ്പറാണ്. അവിടെ നിങ്ങൾ ഈ ടോപ്പിക്സ് ഇതിലും ഡീറ്റെയിൽഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. വിച്ച് മീൻസ് ജോഗ്രഫിയിൽ ഈ ടോപ്പിക്സ് ഒക്കെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനകത്തും വരുന്നതാണ്. മറ്റൊരു പേരിലാന്നേ ഉള്ളൂ. ഇവിടെ ജോഗ്രഫിക്കകത്തല്ല. ഇവിടെ നോക്കൂ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക് ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അതിനകത്താണ് ഇത് പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ടോപ്പിക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പഠിച്ചേ പറ്റത്തുള്ളൂ. എന്നാൽ പിന്നെ KASനും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിൽ, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് കൊടുത്ത് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം. നമുക്ക് അറ്റ്മോസ്ഫിയറിനെ പറ്റി ഇവിടെയും പഠിക്കണം, ഇവിടെയും എല്ലായിടത്തും പഠിക്കണം. സോ ഇത് തന്നെയാണ് വൺ വേ ഓർ അതർ ഇവിടെ വരുന്നത്. മനസ്സിലായോ? പഴയ വീഞ്ഞ് പുതിയ കുപ്പിൽ എന്ന് പറയുന്ന പോലെ ഇവിടെ ജോഗ്രഫിക്കകത്ത് കൊടുക്കുന്ന കാര്യങ്ങൾ മറ്റേ പരീക്ഷയിൽ ചിലപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അണ്ടറിലോ അല്ലെങ്കിൽ കേരള ഗവർണൻസിന്റെ അണ്ടറിലോ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിയുടെ അണ്ടറിലോ ആയിരിക്കും കൊടുക്കുക. പക്ഷെ ടോപ്പിക്സ്
സെയിം ആണെന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ, മറ്റൊരു ഹൈലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഈ ടോപ്പിക്സ് ഒക്കെ നമുക്ക് KAS-നും ഇമ്പോർട്ടന്റ് ആണ്. ഉദാഹരണത്തിന് NDMA, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി, ഇതൊക്കെ KAS പരീക്ഷയ്ക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം ഇതൊക്കെ ന്യൂസ് പേപ്പേഴ്സിൽ കത്തി നിൽക്കുന്ന ഓർഗനൈസേഷൻസ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ഇവിടുന്ന് എന്തായാലും ചോദ്യം അവിടെ വരും. അപ്പൊ നമ്മൾ ജോഗ്രഫി എടുക്കാതെ ഇതൊക്കെ അവിടെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സിലബസിനകത്ത് എടുത്ത് പറയുന്നില്ലെങ്കിലും ഇതൊക്കെ പഠിക്കാതെ പോകാൻ ഒക്കത്തില്ല. പലപ്പോഴും സിലബസ് ഒരു ഹോക്സ് ആണ്, നിങ്ങൾ മനസ്സിലാവും. ഉദാഹരണത്തിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസിനകത്ത് എവിടെ ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി പറയുന്നില്ല. പക്ഷെ അവിടുത്തെ ചോദ്യങ്ങൾ വരും, മനസ്സിലായില്ലേ? അവിടെ ചോദ്യങ്ങൾ എന്തായാലും വരും. അല്ലെങ്കിൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ സെക്കൻഡ് വേൾഡ് വാർ എടുത്ത് പറയുന്നില്ല. പക്ഷെ അവിടുന്ന് ചോദ്യങ്ങളുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസ് കംപ്ലീറ്റ്ലി കണ്ണടച്ച് വിശ്വസിക്കില്ല സിലബസിനെ. നമ്മൾ ബ്രോഡ് ആയിട്ട് അങ്ങ് പഠിക്കുക. മുൻകാല വർഷ ചോദ്യങ്ങളുടെ ബേസിസിൽ ഞങ്ങളൊരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിലബസ് ഞങ്ങൾ ക്ലാസ്സിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ PSC പബ്ലിഷ് ചെയ്ത സിലബസ് നിന്ന് കുറച്ച് ഞങ്ങൾ പുറത്തേക്ക് പോകും, കുറച്ചും കൂടെ എക്സ്ട്രാ പഠിപ്പിക്കും. അത് പഠിക്കാൻ റെഡി ആയിട്ട് മാത്രം ബാച്ചിലേക്ക് വരിക. അയ്യോ, സിലബസിൽ അത് പറയുന്നില്ലല്ലോ, പിന്നെന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിക്കരുത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു സിലബസ്. നിങ്ങളൊരു കാര്യം നോക്കണം, ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. കാണുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വലിയ സബ്ജക്ട്, പുതിയൊരു ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിനകത്ത് റിവേഴ്സ് ഓഫ് കേരള എന്നൊക്കെ പറയുന്ന ടോപ്പിക് ഉണ്ടോ? ഇതൊക്കെ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പോലും പഠിക്കുന്നതാണ്. നിങ്ങൾ ഈ സിലബസ് ഒന്ന് വായിച്ചു നോക്കണം. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് അക്വാട്ടിക് എക്കോസിസ്റ്റത്തിനെ പറ്റി നമ്മൾ ജോഗ്രഫിയിലും എൻവയോൺമെന്റിലും ഒക്കെ നേരത്തെ ഡിഗ്രി ലെവലിൽ പഠിക്കുന്നതാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു കോമഡി മനസ്സിലായോ? ഇവിടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നൊരു പേര് കണ്ട് എല്ലാവരും വിജൃംഭിച്ചിരിക്കുക. പക്ഷെ ഇതൊക്കെ മറ്റ് പരീക്ഷകൾക്കുള്ള ടോപ്പിക്സ് ആണ് ഇത് പലതും. ഉദാഹരണം ഇന്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻസ് ഫോർ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ, UNEP ഉണ്ട്, വെറ്റ്ലാൻഡ് ഇന്റർനാഷണൽ ഉണ്ട്. ഇതൊക്കെ മറ്റു പരീക്ഷകൾക്കും ചോദിക്കുന്ന ഏരിയാസ് തന്നെയാണ്. ഇതിന് മാത്രമുള്ള ഏരിയ ഒന്നുമല്ല. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പരീക്ഷയും യൂസ്ഫുൾ ആണ്. ഇതൊന്നും പുതിയ ടോപ്പിക്സ് അല്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിയാം. ഈ ഒരു ടൈറ്റിൽ കണ്ട് തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കുക. ഇതൊക്കെ പഴയ ടോപ്പിക്സ് തന്നെയാണ്. ചില ഏരിയാസ് പുതിയതാണ് കേട്ടോ. ഉദാഹരണത്തിന് ഈ പറഞ്ഞതുപോലെ ഗ്രീൻ ഓഡിറ്റിംഗ്, അതൊക്കെ പുതിയതാണ്. എൻവയോൺമെന്റൽ ലോസ് ഒക്കെ പഴയ ടോപ്പിക്കാണ്, പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. ഓക്കെ, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, വാട്ടർ ആക്ട്, എയർ ആക്ട്, അതൊക്കെ. അപ്പൊ ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കരുത്. മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ പഠിച്ചെടുക്കാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് വേണ്ടുന്ന ഒരു ഉറപ്പ് ഇതാണ്: 2 പരീക്ഷയ്ക്കും നിങ്ങൾ ഒരുമിച്ച് തന്നെ തയ്യാറെടുക്കണം. തൽക്കാലം പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിച്ചാലും മതി. പക്ഷെ ഇടയ്ക്കിടയ്ക്കെങ്കിലും മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗ് ഫോക്കസ് ചെയ്യുക. പ്രിലിംസ് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ ടോപ്പിക്സ് ആണ് ഞാൻ പറയുന്നത്. പക്ഷെ ആ ടോപ്പിക് മെയിൻസ് നിലവാരത്തിൽ പഠിക്കണം. ജോഗ്രഫി പ്രിലിംസിലുണ്ട്, മെയിൻസിലുണ്ട്. പഠിക്കുമ്പോൾ മെയിൻസ് നിലവാരത്തിൽ അങ്ങ് പഠിക്കുക. അതാകുമ്പോൾ ഇന്റഗ്രേറ്റഡ് പഠിക്കുക. മെയിൻസിന്റെ സമയമാകുമ്പോൾ അത്രയും ടോപ്പിക്സ് നിങ്ങൾ കവർ ചെയ്തിരിക്കും. എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടുന്നതിന് ഉറപ്പതാണ്. നിങ്ങൾ ഈ രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ് എന്ന് കമന്റ് ചെയ്യാം. ബിക്കോസ് ഇതുപോലൊരു അവസരം ഇനി ആയുഷ്കാലത്ത് കിട്ടുമെന്ന് നമുക്ക് അറിയത്തില്ല. KAS, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 2 പരീക്ഷകൾ ഒരുമിച്ച് വരുന്നു. ഇതുപോലൊരു സുവർണാവസരം നിങ്ങൾക്കോ അല്ലെങ്കിൽ ഇനി ഒരു 10 വർഷത്തിനുള്ളിൽ വേറെ ആർക്കോ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. വെറുതെ പുറമോട്ട് വലിഞ്ഞു നിൽക്കരുത്. ഈ ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യണം. ഇലക്ഷൻസ് ഒക്കെ വരാൻ പോകണം. അത്യാവശ്യം വേക്കൻസി ഒക്കെ എന്തായാലും റിപ്പോർട്ട് ചെയ്യും കേട്ടോ. വെറുതെ നെഗറ്റീവ് വാർത്തകൾക്ക് പുറകെ പോകരുത്. പഠിച്ചു തുടങ്ങാം. അതിനുവേണ്ടി ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ ഉണ്ടാവും. നിങ്ങൾ കമന്റ് ചെയ്യുക, പഠിച്ചു തുടങ്ങുകയാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അത് കാണുമ്പോൾ ഞങ്ങൾക്കൊരു എനർജിയാണ്. കൂടുതൽ ക്ലാസ്സുകൾ തരാനും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനും ഞങ്ങൾക്കും ഒരു എനർജി കിട്ടുന്നതാണ്. അപ്പൊ കമന്റ് ചെയ്യും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് അടുത്ത വീഡിയോ ഏത് ടോപ്പിക്കിൽ വേണോ നിങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു, ബൈ.